ബൽദേവ് സച്ചിദാനന്ദൻ, ഈ ഇടത് സൈബർ ലോകം ഇപ്പോഴും വിനായകനൊപ്പമാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് ഉമ്മൻചാണ്ടിയെ ചീത്ത വിളിച്ചതാണ്. അതിപ്പോഴും അവർക്ക് എന്തോ സന്തോഷം നൽകുന്നത് പോലെയാണ്. പക്ഷേ ഈ ചീത്തവിളി തുടരുമ്പോൾ വിനായകൻ ഒരു കാര്യം മറക്കുന്നുമുണ്ട്. അദ്ദേഹം ആരെയാണോ റെപ്രസെൻറ്റേറ്റ് ചെയ്തത് അവർക്കെതിരെയും തിരിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പും തിരിയും. അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇയാളൊരു പൊതുശല്യമായി മാറുകയാണ്. കൃത്യമാണ് വസന്ത് ഇവിടെ പറഞ്ഞത്, ഒരു പൊതുശല്യമാണ്. ഇതിനകത്തുള്ളൊരു പ്രത്യേകതയെ ഓരോരുത്തരും ഓരോ ജാതിയോ സമുദായത്തെ ഉദ്ധരിക്കാൻ വരുമ്പോൾ ആ ജാതിക്ക് തന്നെ പേരുദോഷമായിട്ടാണ് വരുന്നത്. പല ആൾക്കാരും ഉണ്ട് ഇവിടെ ജാതിയുടെ കാര്യം പറയുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ സവർണനാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോടെ, അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടെ നമ്മൾ പരിപൂർണമായിട്ട് യോജിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം സവർണനായതുകൊണ്ട് നമ്മൾ പരിപൂർണമായി യോജിക്കുന്നതാണ് അല്ല. തെറ്റായ പ്രസ്താവനകൾ നമ്മൾ തെറ്റായി തന്നെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യവന്മാരെ പോലുള്ള നാലാം കിട ആൾക്കാരോട് ഒന്നും എടുത്ത് ഇങ്ങനെ ചർച്ചയ്ക്കാക്കി യവന്മാരൊന്നും ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം അത്രയ്ക്ക് വൃത്തികെട്ടവന്മാരാണ്, സമൂഹത്തിലെ അധമന്മാരാണ്. ഏതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില അവസരങ്ങൾ കിട്ടി ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവും ഇയാൾ അങ്ങ് ഓസ്കാർ അവാർഡ് വിന്നർ ആയിരുന്നു, വലിയ വലിയ അവാർഡ് നടനൊക്കെ ആയെന്ന് പറഞ്ഞാൽ, എടാ ഈ നമ്മൾ ചന്ദ്രബിംബത്തെ കണ്ടിട്ട് നാഗൊരയ്ക്കുന്നു എന്ന് പറഞ്ഞ പോലെ അടൂർ ഗോപാലകൃഷ്ണൻ യേശുദാസിനെയൊക്കെ ഈ ലോകത്തിലെ കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ വെച്ച് ആരാധിക്കുകയാണ്. തെറ്റുണ്ടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, ആ ദൈവങ്ങളെ പോലും നമുക്ക് വിമർശിക്കാമല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള തരംതാണ വ്യക്തികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന് നിങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എടുത്തു കളയണം. അല്ല, അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂസ് 18-നെതിരെയാണ് ഇപ്പോൾ അധിക്ഷേപം നടത്തുന്നത്. എന്തോ നാളെ 12 മണിക്ക് എന്തോ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം എടുത്തത്. അല്ലെങ്കിൽ വിനായകനെ ഒന്നും ഒരു കാരണവശാലും മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഈ ഒരു വിഷയമുള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ല ഞാൻ പറഞ്ഞ, അത് എല്ലാത്തിനും നമ്മൾ പറഞ്ഞല്ല, അമ്മ മരിച്ചെന്ന് പറഞ്ഞാലും രണ്ടഭിപ്രായമുള്ളവരാണ്. അതെല്ലാവരുടെ ഒരു രീതിയാണ്. ഇപ്പൊ വിനായകനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വരുന്ന പലരും ഉണ്ടാകാം. അതിനകത്ത് ഇടതുപക്ഷക്കാരൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ അതിന് നമ്മൾ അർഹിക്കുന്ന എന്താണ് ഇതിന്റെ അർഹിക്കുന്ന ഗൗരവം? ഇത് ഇയാളൊരു സ്ഥിരം പുള്ളിയല്ലേ? സ്വന്തമായിട്ട് നഗ്നത പ്രദർശിപ്പിച്ച് ആ കേസിൽ പ്രതിയാവുക എന്ന് പറയുക, പോലീസ് സ്റ്റേഷൻ മദ്യപിച്ച് എന്ന് വഴക്കുണ്ടാക്കുക, പൊതുസ്ഥലങ്ങളിൽ വഴക്കുണ്ടാക്കുക. അപ്പൊ ഒരു ബോധത്തോടു കൂടി ചെയ്യുന്നതല്ലേ, ഒരു ബോധമില്ലാത്ത ഒരു മനുഷ്യൻ. നേരത്തെ അവരുടെ പറഞ്ഞത് ഇതിനൊക്കെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് മെന്റൽ അസൈലത്തിൽ പിടിച്ച് ആക്കേണ്ടുന്ന സമയം എന്നേ കഴിഞ്ഞു. അത്രയ്ക്ക് തരംതാണ നിലപാട്. ഇതിനൊന്നും അനുകൂലിക്കാൻ ഞങ്ങളെപ്പോലുള്ളവരൊന്നും കിട്ടത്തില്ല. ഇടതുപക്ഷത്തിൽ ആരെങ്കിലും ഒക്കെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവർ അനുകൂലിച്ചോട്ടെ, അവരുടെ വ്യക്തിപരമായ ഒഴിയരുത്. വസന്ത് പറഞ്ഞത് കൃത്യം കാര്യമാണ്. കാരണം സഹായം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ പോലീസ് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയ സമയത്തും അവിടെ നാട്ടുകാർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സമയത്തുമൊക്കെ വിനായകന് ആനുകൂല്യം കിട്ടിയിരുന്നു. വിനായകനെ ഒരു നിമിഷം പോലും റിമാൻഡ് ചെയ്യാനൊന്നും പോലീസിന് കഴിയില്ല. കാരണം അപ്പോഴേക്കും വിളി വരും. അതുകൊണ്ടാണല്ലോ വിനായകൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഇത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ. ഒരു സ്റ്റേഷൻ ജാമ്യം പരമാവധി. അല്ല, ഞാനത് വേറെ കാര്യം കൂടെ പറഞ്ഞു. ഞാൻ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല. ഒരു കഞ്ചാവ് കേസ് മറ്റൊക്കെ ആയിട്ട് പിടിച്ചതിന് ഒറ്റ ദിവസം കൊണ്ട് വളരെ പ്രശസ്തിയിലാക്കി എടുത്തിട്ടുണ്ട്. ചില പോലീസുകാരും അതിനകത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ. അവിടെയും ഇടതുപക്ഷത്തിന്റെ റോള് പ്രധാനമാണ്. വേടന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഞാൻ അതിനൊക്കെ അന്ന് എനിക്കും കിട്ടുന്ന വേദികളിലൊക്കെ ശക്തമായിട്ട് തീർത്തി. അത് പല കാര്യങ്ങളും എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പല കാര്യങ്ങളും ഞാൻ ചർച്ചയ്ക്ക് പോകാറില്ല. കാരണം ഇങ്ങനെയുള്ള തെറ്റായ നടങ്ങളോടെ പരസ്യമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. അതിന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് എന്നോടുള്ള വെറുപ്പുണ്ട്. അപ്പൊ അതിനൊന്നും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ഇതിനെ പരിപൂർണമായിട്ട് പുച്ഛിച്ച് കളയേണ്ട ഒരു കേസായിട്ടാണ്. വിശേഷിച്ചും മാധ്യമപ്രവർത്തകരെ, അവരിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ആരും ആയിക്കോട്ടെ, മാധ്യമപ്രവർത്തകരുടെ, നമ്മുടെ സമൂഹത്തിലെ സാമൂഹ്യ നായകന്മാര്, നമ്മളൊക്കെ ആരാധിക്കുന്ന വ്യക്തികളെ, അവരെയൊക്കെ വിമർശിക്കുക. അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. അവരുടെ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം. നാളെ മഞ്ചേഷ് തെറ്റ് പറഞ്ഞാൽ വിമർശിക്കാം. ആരെയും വിമർശിക്കാനുള്ള അവകാശം നോക്കണ്ട. പക്ഷെ അതിനൊക്കെ സഭ്യതയുടെ ഒരു ഭാഷയുണ്ട്. ആ വിമർശിക്കുന്നതിനൊരു മാനമുണ്ട്. ആ സഭ്യതയുടെ ഭാഷവും ആ മാനവും ഇല്ലാതെ വായി വരുന്ന എന്ത് വിവരക്കേടും പറയുന്ന ഒരു മേഖലയല്ല സൈബർ മേഖല. നമ്മൾ അതിനകത്തൊക്കെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ അതിനകത്തൊരു ശാസ്ത്രീയമായ അടിത്തറ വെച്ചുകൊണ്ട് വേണം ഉപയോഗിക്കാവുന്ന വാക്യങ്ങൾ ഉപയോഗിക്കണം. നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം ഇതാണ്. നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് നമുക്കെതിരുണ്ട്. പക്ഷെ അദ്ദേഹത്തേക്ക് അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ വരുന്നു, മുഖ്യമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ വരുന്നു, പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ വരുന്നു. ഇതൊക്കെ ഇങ്ങനെ ആയിരക്കണക്കിന് സൈബർ എന്ന് പറഞ്ഞ് കുറെ എണ്ണം ഇരുന്നുകൊണ്ട് വെള്ളമടിച്ച് കഞ്ചാവൊക്കെ അടിച്ച് വെച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ വായി വരുന്ന പോസ്റ്റ് ചെയ്യും. അതിനിടയ്ക്ക് കുറെ ആൾക്കാർ അങ്ങോട്ട് ഇതിനെ അനുകൂലിച്ച് അങ്ങോട്ട്, ചേട്ടാ കൊള്ളാം, ഈ സൈസ് ഇനിയും വേണം. ഇപ്പോഴൊരു കാര്യമുണ്ട് മഞ്ചേഷ്, ഒരുത്തൻ മദ്യപിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ മുന്നിൽ ചീത്ത വിളിക്കുമ്പോൾ നാട്ടുകാർ ചോദിക്കുക എന്താ 2 അടി കൊടുക്കാനാളില്ല. 2 അടി നമ്മൾ കൊടുത്തു നോക്കിയേ എല്ലാവരും തിരിച്ചു പറയും എന്താ അവൻ മദ്യപിച്ച് ബോധം തെളിയുമ്പോൾ അങ്ങ് എഴുന്നേറ്റ് പോയത്, അടിച്ച് നമ്മളെ തെറ്റു പറയും. ഇതാണ് നമ്മുടെ സമൂഹം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവരക്കേട് കാണിക്കുന്നവർക്ക് അനുകൂലിച്ച് പറയാൻ യവമനെ പോലുള്ള മദ്യപാനികളോ അല്ലെങ്കിൽ അതിനകത്ത് സ്വയം ഒരു സന്തോഷം കണ്ടെത്തുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരിതിനൊക്കെ അനുകൂലിച്ച് പോസ്റ്റ് ഇടും. നമ്മൾ അതൊന്നും വിമർശിക്കപ്പെടേണ്ട കാര്യമല്ല. ഇതൊക്കെ തള്ളി കളഞ്ഞേക്കണം, അത്രയേ ഉള്ളൂ. എവനെ ഒന്നും വലുതാക്കാനായിട്ട് നമ്മൾ ചർച്ച നടത്തിയോ
സമൂഹത്തിലെ അധമ സംസ്കാരത്തിൽപ്പെട്ടവരാണൊക്കെ. എങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ കുറെ കേസുകളൊക്കെ 5-6 ചാൻസ് കിട്ടി വന്നപ്പോഴത്തേക്ക് ചിലർക്ക് ഒരു ധാരണയുണ്ട്. ഞാൻ അങ്ങ് ഇല്ലേ, നമ്മൾ പറയല്ലേ അല്ലേ, ചില പക്ഷിയുടെ കാര്യം, ഈ കുണ്ടുകുലുക്കി പക്ഷി ഇത് പക്ഷിയുണ്ട്, അത് കുലുക്കുമ്പോൾ അതിന്റെ വിചാരം ഭൂമി കുലുക്കുന്നുണ്ടാ. അപ്പൊ അതുപോലെ ചിന്തിച്ചു പോകുന്ന ഇവർക്ക്, അവർക്കത് ചിന്തിക്കാനുള്ള സമയമില്ല, വിവേകമില്ല. പണ്ട് കടമ്പനിട്ട പാടിയതുപോലെ ബുദ്ധി മരവിച്ച കുറച്ച് ജീവികൾ മാത്രമേ ഇത്. അവരെ പക്ഷെ ഒന്നും നന്നാക്കാൻ താങ്കൾക്കെതിരെ ഇരവാദം ഉന്നയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ വന്നോട്ടെ, വിനായകനെതിരെ പറയുമ്പോൾ എനിക്കതിന് മുൻപ് അങ്ങനെയായിരുന്നു. ശ്രീ വസന്ത്, എനിക്ക് അങ്ങനെയായിരുന്നുവല്ലോ മുൻപ്. ഇപ്പോൾ